ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആൻഡ് റിസ്ക് റിവാർഡ് എത്ര വെക്കണം? പലർക്കുള്ളൊരു ഡൗട്ടാണ്. അതിന് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് മിനിമം 1:2 റിസ്ക് റിവാർഡ് കമ്പൽസറി ആയിട്ട് വെക്കണം എന്നുള്ളതാണ്. 1:2 കൂടുതൽ എത്ര വേണമെങ്കിലും വെക്കാം. 1:3, 4, 5, 10 20 എത്ര വേണമെങ്കിലും വെക്കാം. പക്ഷെ മിനിമം 1:2 ഇല്ലാതെ ഒരു ട്രേഡും എടുക്കരുത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ 1:2 റിസ്ക് റിവാർഡ് എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ഈവൺ ആവണമെന്നുണ്ടെങ്കിൽ 35% വിൻ റേറ്റ് ഉണ്ടായിരിക്കണം. അതായത് 100 ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 35 ടാർഗറ്റ് അടിച്ചാലേ ഉള്ളൂ ബാക്കി ചാർജസും ബ്രോക്കറേജ് എല്ലാം കഴിച്ചിട്ട് ബ്രേക്ക് ഈവണെങ്കിലും എത്താൻ കഴിയുള്ളൂ. സോ ബ്രേക്ക് ഈവണിൽ എത്താനല്ലോ നമ്മൾ ട്രേഡ് എടുക്കുന്നത്, പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ. സോ പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ 35 കൂടുതലാണ്, ഒരു 40, 50, 60% ഒക്കെ വിൻ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1:2 റിസ്ക് റിവാർഡിൽ തന്നെ പ്രോഫിറ്റബിൾ കഴിയുള്ളൂ. സോ 1:2 കുറവാണ് നമ്മൾ റിസ്ക് റിവാർഡ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലും എത്രയോ കൂടുതൽ 70-80% ഒക്കെ വിൻ റേറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും, വിച്ച് ഈസ് നിയർലി ഇമ്പോസിബിൾ ഇൻ മാർക്കറ്റ്. ഈ വിൻ റേറ്റ് എന്ന് പറഞ്ഞ സംഭവം കംപ്ലീറ്റ് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റാണ്. അതായത് നമ്മളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര എണ്ണം ടാർഗറ്റ് അടിക്കും, എത്ര എണ്ണം SL അടിക്കും എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ്. അതായത് നമുക്കൊരു റോളും ഇല്ല. ബട്ട് റിസ്ക് റിവാർഡ് അങ്ങനെയല്ല. റിസ്ക് റിവാർഡ് നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം എത്ര റിസ്ക് റിവാർഡ് നമ്മൾക്ക് എടുക്കണം എന്നുള്ളത്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് മിനിമം ഇത്ര പോയിന്റ്സ് എത്തിയാൽ മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പം എപ്പോഴും ഗോ ഫോർ ഹയർ റിസ്ക് റിവാർഡ് ആൻഡ് നോട്ട് ഫോർ ഹയർ വിൻ റേറ്റ്.